നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ സാക്ഷി വിസ്താരം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായിരുന്നു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മഞ്ജു വാര്യർ ഈ ദിലീപിന്റെ എതിരായ ഡിജിറ്റൽ തെളിവ് അല്ലെങ്കിൽ ശബ്ദ പരിശോധന തിരിച്ചറിയുവാൻ വേണ്ടിയാണ് മഞ്ജു വാര്യറിനെ വിസ്തരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ്, ഇന്നലെ രാവിലെ 11 മണി കഴിഞ്ഞ് 12 മണിയോടെയാണ് മഞ്ജു വാര്യർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയത്. 3 മണിയോടെയാണ് വിസ്താരം ആരംഭിച്ചത്. ഇന്നും അത് തന്നെ തുടരും. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പിലെ ദിലീപിന്റെയും സഹോദരന്റെയും സഹോദരി ഭർത്താവിന്റെയും ശബ്ദം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മഞ്ജുവിനെ വിസ്തരിക്കുന്നത്. ദിലീപിന്റെ ശബ്ദം ഡിജിറ്റൽ തെളിവിന്റെ ഭാഗമാണ്. അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ നടക്കുന്നത്. ഈ മഞ്ജുവിനെ വിസ്തരിക്കുന്നതിൽ എതിർപ്പുന്നയിച്ച് പ്രതി ദിലീപ് നൽകിയ സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. അതായത് ശബ്ദമറിയാൻ ഫോറൻസിക് വിദഗ്ധരുള്ളപ്പോൾ മഞ്ജുവിനെ വിസ്തരിക്കേണ്ട എന്നായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച സാക്ഷികളുടെ വിസ്താരം തുടരാമെന്ന് ആണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. നടപടി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും പ്രോസിക്യൂഷൻ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അതുപോലെ വിചാരണ വേഗം പൂർത്തിയാക്കണമെന്നും അടുത്ത മാസം 24-നകം പുരോഗതി റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഞ്ജു വാര്യർ അടക്കമുള്ള സാക്ഷികളുടെ വിസ്താരം നടക്കുന്നത്. അതിൽ മഞ്ജു വാര്യരുടെ ഇന്നലെയും നടന്ന സാക്ഷി വിസ്താരം ഇന്നും തുടരും. വ്യക്തമാണ്. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യർ സാക്ഷി വിസ്താരത്തിനായി ഇന്നും ഹാജരാകും. അശ്വതിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും.